ഇത് കിട്ടാ ഗിയോ ഗിയോ രാവിലെ ചുന്തിരിപ്പണ്ണായിട്ട് ഇടിച്ചു കാണോ അമ്മയുടെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റിരിപ്പുണ്ട് 5:30 വരാൻ പറഞ്ഞ ഇത് 5:45. ഹായ്, ഇന്ന് നമുക്ക് പൊങ്കാല ദിവസമാണ്. അപ്പം നമുക്ക് പൊങ്കാല ഇടാൻ പോവാം. 5:30 വരാൻ പറഞ്ഞ ഓട്ടോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ്. അപ്പോൾ അതിന് മുന്നേ വന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവരെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഇതാ നമ്മളെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ഋതുട്ടനും അമ്മയും ശാലുവും കൂടെ ആയിട്ട് പോകുന്നത്. മമ്മിയും അമ്മച്ചമ്മയും വരുന്നില്ല. അമ്മച്ചമ്മ അല്ലെങ്കിൽ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഉത്സവത്തിന് അങ്ങനെ വരാറില്ല കേട്ടോ. ആൾക്ക് നടക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുറേ സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുപ്പ് പിന്നെ ഇങ്ങനെ ലാസ്റ്റായിട്ടോ കിട്ടിയത്. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചു. വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അവിടേക്ക് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ അമ്പലത്തിൽ തൊഴുവാൻ പോയി കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്, കാരണം ഗുരുമന്ദിരത്തിൻ്റെ തൊട്ടപ്പുറത്ത് മാറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടുന്ന് കുറച്ച് 2-3 വളവ് തിരിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവിടെ ചെന്ന് ചിറയിൽ വെള്ളം ഇച്ചിരി എടുക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്ക്. പൊങ്കാലയ്ക്ക് വന്നവരെല്ലാം അവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി കുറച്ച് വെള്ളം തന്നു. അതൊക്കെ തലയിലും കുടഞ്ഞ് ഞങ്ങൾ ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതാ നമ്മൾ അമ്പലത്തിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്പലം ഉത്സവ സമയത്ത് കാണാൻ അടിപൊളിയായിട്ടോ. അരക്കിളമ്പി കാണാനും അടിപൊളിയാണ്. കുറേ ഗോൾഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അതൊന്നും കാണിക്കാത്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അവിടുന്ന് മേളിൽ തൊഴുതിട്ട് താഴെ വന്നു. ശാലു ആണെങ്കിൽ ഒറ്റ ഓട്ടത്തിന് താഴെ പോയിട്ടുണ്ടായിരുന്നു. നാഗത്താന്മാരിയ്ക്കുന്ന സ്ഥലം ആയില്യ പൂജയ്ക്ക് മാത്രമേ തുറക്കാറുള്ളായിരുന്നു കേട്ടോ. വർഷങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ്, കുറച്ച് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് തുറന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൾ അന്നേരം ഇറങ്ങി ഓടി താഴോട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതിട്ട് ഇതാ ഞങ്ങൾ നേരെ പിന്നെ ഇതാ നമ്മൾ പൊങ്കാല ഇടുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ അടുപ്പിൽ തീ കൊളുത്തുന്നതിനും അവിടെ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നതിന് മുന്നേ നമുക്കിവിടെ എത്തണം. നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കാലുകോട്ട കിട്ടി. അങ്ങനെ അതിനകത്ത് കയറി പെട്ടെന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടുക്കൊക്കെ ഇട്ടു, അതായത് ഗണപതി പടുക്കൊക്കെ ഇട്ടു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പെല്ലാം സെറ്റാക്കി നിർത്തിയേക്കാണ്, വെച്ചേക്കാണ്. ഇനി നമുക്ക് പണ്ടാരടുപ്പിൽ തീ കത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് തീ പകർന്ന് കിട്ടും കേട്ടോ. പിന്നെ ഋതുട്ടനാണെങ്കിൽ ആരുടെയും കയ്യിൽ ഇപ്പം പോകുന്നുണ്ടായിരുന്നില്ല, പക്ഷെ മഞ്ജുവിൻ്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു. മഞ്ജുവിൻ്റെ ഫ്രണ്ട് കേട്ടോ, ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ 1 തൊട്ട് 10 വരെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത് അവളെടുത്തുകൊണ്ട് പോയി പിന്നെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. പിന്നെ പൂവിനൊക്കെ ഇപ്പോൾ എന്നാ വിലയാണ്. മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിച്ചിപ്പൂവാട്ടോ മേടിച്ചത്. ഇതിന് വലിയ മണമൊന്നും ഇല്ല, പക്ഷേ ചില പിച്ചിക്ക് നാട്ടുപിച്ചിക്ക് നല്ല മണമാണ്. പക്ഷേ ഇത് അത്ര മണമൊന്നും ഇല്ലാത്തൊരു പിച്ചിയായിരുന്നു. പിന്നെ ഇത്തിരി പൂ ഇരിക്കുന്നാലല്ലേ ഒരു രസമുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ബലൂണൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവള് ചാടി കയറി എൻ്റെ ഏണിനകത്ത് കയറി നിന്നിട്ട് ഡാ എന്നും പറഞ്ഞ് വിളിക്കുകയായിരുന്നു കേട്ടോ ഋതുകുട്ടൻ. എല്ലാവരെയും ഡാ എന്നും പറഞ്ഞ് വിളിച്ച് ഞാരെങ്കിലും കയ്യിൽ നിന്ന് ഇവളെ അടി മേടിച്ച് തരുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് മാളുവല്ലേ, മാളുവിനെ കണ്ടത് ഞാൻ വീഡിയോയിലൂടെ മാത്രമാണ്. ഞങ്ങളുടെ അടുത്തും കണ്ടായിരുന്നു കേട്ടോ പൊങ്കാലയുടെ, എനിക്കറിയുന്നതാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ സൗണ്ട് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ആളിനെ കണ്ടത് തന്നെ. അയ്യോ, ഞാൻ ശരിക്കും കണ്ടില്ല. എന്നെ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ വന്ന് സംസാരിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അടുപ്പിൽ നിന്ന് തീ കത്തിച്ച് നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ പോയി തീ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തീ കത്തിച്ച് കൊണ്ടുവന്ന് നമ്മുടെ അടുപ്പിലോട്ട് വെച്ചു. ഇനി നമുക്ക് പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. പുക കാരണം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിലെ പുകയെല്ലാം കൂടെ നമ്മുടെ സൈഡിലോട്ട് അടിച്ച് വരുന്നത് കാരണം ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണൊക്കെ എരിഞ്ഞ് പണ്ടാരടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കണ്ണ് തുറക്കാൻ പറ്റില്ല, ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ടാണ് വന്നത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണിനകത്ത് ഇത്തിരി പോലും കരി ഉണ്ടായിരുന്നില്ല. ശാലുവിനെയും ഋതുവിനെയും പറഞ്ഞത് ആ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതുകൊണ്ട് ചൂടും പുകയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് വെള്ളം തിളച്ചു, അരിയൊക്കെ ഇട്ടു. ഈ ഒരു സമയത്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാല ഇടുമായിരുന്നു കേട്ടോ, ഞാനും അമ്മയും കൂടെ വന്നിട്ട്. പക്ഷേ എനിക്കിപ്പോൾ 6 വർഷമായിട്ട് പൊങ്കാല ഇടാൻ പറ്റാത്ത രീതിയിൽ മാത്രമല്ല, എനിക്ക് ഉത്സവം ഞാൻ ഈ 6 വർഷമായിട്ട് കണ്ടിട്ടില്ല. വിളക്ക് വരുന്ന സമയത്തായാലും പൊങ്കാല ഇടുന്ന സമയത്തായാലും അയ്യോ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു പിടച്ചിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് വർഷം പോകാൻ പറ്റിയില്ലല്ലോ. ഓരോ വർഷവും ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു. എന്തായാലും ഈ വർഷം എന്നും രണ്ടും കൽപ്പിച്ച് ഞാൻ പൊങ്കാല ഇടണം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഈ വർഷം എന്തായാലും സന്തോഷവും സമാധാനത്തോടെ ആ ഒരു പൊങ്കാല നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇടാൻ പറ്റി. അത് കാരണം ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഇവിടെ വണ്ടിയിൽ മോരും വെള്ളവും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ.
അതിൽ നിന്ന് എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമുക്ക് വലിയൊരു കലത്തിനകത്തായിരുന്നു പൊങ്കാല ഇട്ടത്. കുറേ പേര് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ മംഗലത്തിൽ ഇടണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ മംഗലത്തിലാണ് ഇടാറുള്ളത്. എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതുകൊണ്ട് തന്നെ മംഗലം കുറേ വീട്ടിലായി. അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതും ഉണ്ടായിരുന്നില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ. ഇവിടെ അങ്ങനെ മംഗലത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരും പല പല പാത്രങ്ങളിലും സ്റ്റീൽ പാത്രങ്ങളിലും അല്ലാതെ ചെമ്പുരുളിക്കകത്തും അങ്ങനെ എല്ലാത്തിനകത്തും പൊങ്കാല ഇടാറുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാല ഇട്ടു. ഇനി നേദിക്കാൻ വേണ്ടി ആൾ വരും, അതായത് തിരുമേനി വരും കേട്ടോ. കഷ്ടപ്പാടുള്ള ജോലിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്ത് അന്നേരം 3 ദിവസം അവളെന്നെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കൂടി എനിക്ക് എന്തിനു പറഞ്ഞ് സമാധാനിക്കണമെന്ന് അറിയത്തില്ല. കിടപ്പുണ്ടല്ലേ അമ്മച്ചിയുടെ എന്തോ അമ്മ കിട്ടിയേ? എന്തുവാ? ഹായ് റിതു. ഫോട്ടോ കഴിക്കാനും ക്ഷീണിച്ചു ശാലു. റിതുവിനെ വെച്ച് ക്ഷീണിച്ച് ശാലു. ഇത്രയും വലിയ പണിയാണോ? മോരുവെള്ളം കുടിക്കുന്ന ശാലു. എന്നാലും നമുക്ക് ഫ്രൂട്ട്സ് അല്ലാതെ ഫ്രൂട്ട് സർബത്ത് കിട്ടിയില്ലാടി. ശരിക്കങ്ങ് വിഷമായിപ്പോയി കേട്ടോ. മഗ്ഗിൽ എന്ത് കൊണ്ട് തന്നെ? മഗ്ഗില് മോരും വെള്ളം ഇതും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. ഞാൻ പിന്നെയും വെച്ച് നീട്ടി ഒരു ചെറുക്കൻ്റെ ഇത് മേടിച്ചത്. ഞാൻ നീല കപ്പ് മാത്രമേ കണ്ടോളൂ. അമ്മയുടെ ചിന്തിയേ, അമ്മയുടെ ചിന്തിയേ. ഡാ ഒരു ഡാന്ന് വിളിക്കുന്നത്. അമ്മേന്റെ കുഞ്ഞിന്തിയെ. റിതൂട്ടന് ബലൂൺ കാണുന്ന സമയത്ത് റിതൂട്ടന് എന്താണെന്നറിയത്തില്ല. റിതൂട്ടന് അതിങ്ങി എല്ലാം കൂടെ കയ്യിൽ കിട്ടിയെങ്കിൽ കൊള്ളാന്നാണ്. അതെല്ലാം കൂടെ കൈ കിട്ടി റിതൂട്ടനും കൂടെ പറന്നു പോകും. ആ രീതിയിലാണ്, അത്രയും വെയിറ്റല്ലേ ഉള്ളൂ ഇവക്ക്. അങ്ങനെ എന്തായാലും ആ കാണുന്നവരെയൊക്കെ ഡാ പോടാന്ന് വിളിച്ച് നിൽക്കണം. എനിക്ക് അടി മിക്കാറ് ആരെങ്കിലും കയ്യിൽ നമ്മൾ വാങ്ങിച്ച് തരും കേട്ടോ. അങ്ങനെ ശാലു പോയിട്ട് ജ്യൂസും വെള്ളം ഉണ്ടായിരുന്നു, അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫ്രൂട്ട് സർബത്ത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാലും എനിക്കത് കിട്ടിയില്ലല്ലോ, മോരും വെള്ളം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബലൂൺ കിട്ടി. ശാലുവിന് മഞ്ജു വന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ ഇഡ്ഡലി വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറും അവിടെ കൊടുക്കും കേട്ടോ. എല്ലാ വർഷവും ഉള്ളതാണ്. അടുത്തൊക്കെ ഉള്ള വീടുകളിൽ ഇങ്ങനെ ഫുഡ് കൊടുക്കും പൊങ്കാല ഇടാൻ വരുന്നവർക്ക്. അപ്പോഴത്തേക്ക് അത് കഴിച്ചിട്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് നേദിക്കാൻ വേണ്ടിയിട്ട് തിരുമേനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ നേദിച്ചിട്ട് പോയി. അത് സമാധാനമായി. നമുക്ക് ഇത്രയും വലിയ കലത്തിൽ പൊങ്കാല ഇടുന്നതിന് ഒരേ ഒരു കാരണക്കാരി ഇത് മമ്മി മാത്രമായിരുന്നു കേട്ടോ. അതായത് മമ്മി പറഞ്ഞു ഇത് തികയത്തില്ല, നമ്മൾ ഒരു പൊങ്കാലയിലേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ, അയലൊക്കത്തും അവിടെ ഇവിടെ എല്ലായിടത്തും കൊടുക്കും കേട്ടോ. അതിനാണ് ഇത്രയും വലിയ കലത്തിൽ പൊങ്കാല ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ കുറച്ച് പേർക്ക് പൊങ്കാല കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് ഇത് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ നേദിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് റിതൂട്ടൻ മൂട് മാറി ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് കരയായിട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചത് കേട്ടോ. അയ്യോ, ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു കുളിർമ തോന്നും. നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതാണ്, നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ചേച്ചിയെടുത്ത് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോ ഇതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു പോയി. ഇത് നമ്മുടെ പായസം, ഇത് ആരൊക്കെയോ പായസം. പായസം തിന്നതിന്റെ ഇതാടി കാണിക്കുന്നത്. ഇട്ടോ അമ്മച്ചിപ്പന്റെ പൊങ്കോലിട്ടോ. അമ്മച്ചിപ്പൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സുന്ദരിയായി. നമ്മൾ പൊങ്കാല ഇട്ടാലും അവിടെയുള്ള മറ്റുള്ളവരുടെ പൊങ്കാലയും കൂടി കുറച്ച് നമ്മൾ മേടിക്കും കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് കഴിക്കും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അങ്ങനെ മേടിച്ച് കൊണ്ടുവരണം. അടിപൊളി. നല്ലപോലെ കിടന്നുറങ്ങി. ഇതുവാണെങ്കിൽ അമ്മയുടെ ഇലങ്ങാണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ചോറ് കൊടുത്തിട്ട് കഴിച്ചില്ല.
ഇതും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് പോയി. എനിക്കാണെങ്കിൽ തലവേദന എടുക്കുമായിരുന്നു വെയിൽ കൊണ്ട്. എന്തോ കടിക്കുന്നേ? കടിക്കാൻ പാടില്ല കേട്ടോ. വെളുപ്പിനെ എഴുന്നേറ്റത് കാരണം നമ്മൾ ഉറങ്ങിയതൊന്നും ഇല്ല കേട്ടോ. രാത്രി ഉറങ്ങാൻ തന്നെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കം ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ അമ്മ അപ്പുറത്തെ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 2 ബിരിയാണി മേടിച്ച് എനിക്ക് തടയിൽ കൊടുക്കാം അമ്മച്ചമ്മക്ക്. പാവം അമ്മച്ചമ്മയുടെ കാലിന് വയ്യെന്ന്. തടയിൽ കൊടു കുഞ്ഞ്. അയ്യോ കഷ്ടം. തടവാണ് പാവം അമ്മച്ചമ്മ. ഋതുവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. അത് നീരായിട്ടുള്ളത് ഓറഞ്ച് വാട്ടർമെലനോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് അവൾക്ക് വെള്ളവും ഉള്ളിലോട്ട് ചെല്ലുമല്ലോ. അവൾക്ക് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതേമാതിരി ഉണ്ടല്ലോ, ഞാൻ അല്ലാതെ അവൾക്ക് ഷുഗർ ഒന്നിലും ആഡ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു മാങ്ങ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൾക്ക് അതിൽ നിന്ന് വേണം. അവൾക്ക് ഞാൻ അതിൽ നിന്ന് ഇത്തിരിയേ കൊടുത്തുള്ളൂ, അധികം കൊടുത്തില്ല. കാരണം ഇവൾക്ക് ഈ സമയം തെറ്റി ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യവും കൊടുക്കാറില്ല. മാങ്ങ ഇതുവരെ ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ആ ഒരു സമയത്ത് പിന്നെ ഞാൻ കൊടുത്തില്ല. നാളെ ഇനി രാവിലെ കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഋതുവിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മമ്മി രാവിലെ ഏത്തക്കപ്പം, രാവിലെ അല്ല ഏത്തക്കപ്പം അല്ലല്ലോ, ഇതിനെന്താ പറയുന്നത്, ഇലയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനാണ്. ഞങ്ങൾ പക്ഷേ രാവിലെ കഴിച്ചില്ല, പൊങ്കാല മാത്രം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ വൈകിട്ട് ചായയുടെ കൂട്ടത്തിലാട്ടോ അത് കഴിച്ചത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ മാമൻ വന്നു. ഇനി മാമനായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. അതിന് ഇഷ്ടപ്പെട്ടോ.